7.5 വർഷത്തിനു ശേഷം ജയിൽ മോചിതനാവുമ്പോൾ പൾസർ സുനിയിൽ എന്താണ് മുൻപ് കാണാത്തൊരു തിളക്കം? ആരാണ് ഇത്ര ഗംഭീര മേക്ക് ഓവർ അയാൾക്ക് കൊടുത്തത്? കുറ്റവാളി ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റൈലിനനുസരിച്ച് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രം അത്ര ഹൈടെക് ആയോ കേരളത്തിലെ ജയിലുകൾ? ജയിൽ മോചിതനായ സുനിയുടെ വാർത്താ ദൃശ്യങ്ങൾ കാണുമ്പോൾ ശരാശരി മലയാളിക്ക് തോന്നാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അവസാനിക്കുന്നില്ല. റേപ്പ് കേസിൽ പ്രതിയായ ഒരാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പൂവും വാങ്ങി വരവേൽക്കാൻ വെളിയിൽ കാത്തു നിൽക്കുന്നത് ആരൊക്കെയാണ്? പൾസർ സുനി എന്ന പിടിച്ചുപറി, മോഷണം, കൊട്ടേഷൻ തുടങ്ങിയ എല്ലാവിധ ക്രിമിനൽ ആക്ടിവിറ്റികളിലും പ്രതിയായിരിക്കുന്ന കുറ്റവാളി എങ്ങനെ ഇവർക്ക് അണ്ണനും തലൈവരുമായി? പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിലിറങ്ങിയാൽ അയാൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയായ സുനിയെ ജാമ്യത്തിലിറക്കാൻ കോടികൾ മുടക്കിയവർ ആരാണെന്നും കണ്ടെത്താനാവില്ലേ? കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് കൂട്ടിക്കൊണ്ടുപോവാൻ എത്തിയതെന്ന് സുനിയുടെ വക്കീൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സാധാരണ ഏതൊരു കുറ്റവാളിയുടെയും വാഹനത്തിന് പിന്നാലെ വേണമെങ്കിലും വേണ്ടെങ്കിലും വാർത്താ ക്യാമറയുമായി പോകാറുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിലെ യാഥാർത്ഥ്യം തിരഞ്ഞ് പുറകെ പോയില്ല? മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് സുനിയെ കോടതി വിലക്കിയിട്ടുള്ളതുപോലെ സുനിയെ പിന്തുടരരുത് എന്ന് മാധ്യമങ്ങളെയും വിലക്കിയിട്ടുണ്ടോ? അല്ല, ഇത്രയൊക്കെ സംരക്ഷിക്കപ്പെടാൻ ആരാണ് ഈ പൾസർ സുനി? നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിൽ വെച്ച് പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ 1-ാം പ്രതിയാണ് പൾസർ സുനി. പൾസർ ബൈക്കുകൾ തിരഞ്ഞുപിടിച്ച് മോഷ്ടിച്ചതുകൊണ്ട് പൾസർ സുനി എന്ന ഇരട്ടപ്പേര് വീണു. സിനിമക്കാർ അയാളെ വാത്സല്യത്തോടെ സുനിക്കുട്ടൻ എന്ന് വിളിച്ചു. ദിലീപും മുകേഷും ഉൾപ്പെടുന്ന സിനിമാ പ്രമുഖരുമായി അടുത്ത ബന്ധം. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ ട്രാവലറുകളുടെയും കാറ്ററിംഗ് വാഹനത്തിന്റെയും ഒക്കെ ഡ്രൈവറായിരുന്നു. ദിലീപ് ചിത്രം ജോർജേട്ടൻ സ്പൂരത്തിന്റെ സെറ്റിൽ സുനിയും ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് യഥാർത്ഥത്തിൽ ദിലീപുമായുള്ള സുനിയുടെ നേരിട്ടുള്ള ഇടപാടുകൾക്ക് തെളിവാകുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണം നടന്ന തൃശൂർ നഗരത്തിലെ ക്ലബ്ബിൽ ദിലീപും സുനിയും ഒരുമിച്ചുണ്ടായിരുന്നതിന്റെ ചിത്രങ്ങൾ തെളിവായി പോലീസിന് ലഭിച്ചു. പക്ഷേ ഇയാളെ അറിയില്ലെന്നായിരുന്നു ദിലീപിന്റെ വാദം. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ കീഴടങ്ങാൻ സുനി എത്തിയത് പൾസർ ബൈക്കിലായിരുന്നു. കോടതിയിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നേ പോലീസ് അതിനാടകീയമായി സുനിയെ കസ്റ്റഡിയിലെടുത്തു. 7.5 വർഷത്തിന് ശേഷം ജയിൽ മോചിതനാവുമ്പോൾ ഗംഭീര സ്വീകരണവും ആർപ്പുവിളിയും കൂട്ടിക്കൊണ്ടുപോകാൻ സ്വകാര്യ വാഹനത്തിന്റെ അകമ്പടിയും. അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ട് പുറത്തു പോകരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ, ആ സിമ്മിന്റെ നമ്പർ കോടതിയെ അറിയിക്കണം, സാക്ഷികളുമായോ മറ്റു പ്രതികളുമായോ സംസാരിക്കരുത് എന്നിങ്ങനെയൊക്കെ വിചാരണ കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിലുണ്ട്. ഇതൊക്കെ സുനിക്കുട്ടൻ അറിയുന്നുണ്ടോ ആവോ? നമ്മൾ തുടക്കം പറഞ്ഞ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, ഉത്തരം കിട്ടാൻ സാധ്യതയില്ലാത്ത അത്തരം കുറേ ചോദ്യങ്ങളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു നടിയല്ല പരാതിപ്പെടാൻ പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പോക്സോ സ്വഭാവമുള്ള മൊഴികളിൽ സ്വമേധയാ കേസെടുക്കുമെന്ന അന്വേഷണ സംഘവും അറിയിച്ച സ്ഥിതിക്ക് ഇതുവരെ കളത്തിലില്ലാത്ത എത്രയോ പ്രമുഖരാവും കോടതിയെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ പുതിയ തിരക്കഥ എഴുതേണ്ടി വരിക. കഥയിൽ ചോദ്യമില്ലെന്ന് പറയും പോലെ വെറും കാണികളായി ഇരിക്കേണ്ടി വരും നമ്മൾ. നടിയെ ആക്രമിച്ച കേസിലെ വാദം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. 26 മുതൽ കേസിലെ മുഴുവൻ പ്രതികൾക്കും പറയാനുള്ളത് കോടതി കേൾക്കും. നടൻ ദിലീപും സുനിയും അടക്കമുള്ള പ്രതികൾ വിചാരണ കോടതിയിൽ ഹാജരാകേണ്ടിയും വരും. 1 മാസത്തിലധികം സമയം വേണ്ടിവരും ഇത് അവസാനിക്കാനെന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുള്ളത്. ഡിസംബറൊക്കെ ആവും ഉത്തരവ് പുറത്തു വരാൻ. അതായത് ഇത്തരം നാടകീയ രംഗങ്ങൾക്ക് ഇനിയും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നത് ചുരുക്കം.